കേരള പെയിന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളത്. കാരണം എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു 2-3 വർഷമൊക്കെ കൂടുമ്പോൾ പെയിന്റ് അടിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല പെയിന്റുകൾ, ക്വാളിറ്റി ഉള്ള പെയിന്റുകളൊക്കെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ടല്ലോ ഈ പെയിന്റ് നിർമ്മാണത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? കേരളത്തിന്റെ തന്നെ സ്വന്തം ബ്രാൻഡായ കേരള പെയിന്റിന്റെ ഫാക്ടറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഫാക്ടറിയിൽ എങ്ങനെയാണ് പെയിന്റ് നിർമ്മിക്കുന്നത്, ഇതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ, കെമിക്കലുകൾ, മറ്റു കമ്പനികളുമായിട്ടൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നേരെ ഫാക്ടറിക്കകത്ത്. കേരള പെയിന്റിന്റെ ചെയർമാൻ ലിജോ സാറാണ് കേട്ടോ. ലിജോ സാറേ, നമ്മളിപ്പോ എങ്ങനെയാണ് പെയിന്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏറ്റവും നല്ല പെയിന്റ് ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ എത്തണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ഇവിടെ എത്തിയതും കാര്യങ്ങൾ പരിചയപ്പെടുന്നതൊക്കെ. ഈ ഒരു പെയിന്റ് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഈ ഒരു പെയിന്റിന് അവകാശപ്പെടാനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പെയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പോയിസൺ ഫ്രീ പെയിന്റ് ആണെന്നുള്ളതാണ്. പോയിസൺ ഫ്രീ പെയിന്റ് ആണ്. കാരണം മറ്റെല്ലാ ബ്രാൻഡഡ് കമ്പനികളും അല്ലെങ്കിൽ എല്ലാ പെയിന്റ് കമ്പനികളും ഉണ്ടാക്കുന്നത് ഒരു 28 കെമിക്കലിന്റെ കോമ്പിനേഷൻ ആണ്. എന്നാൽ 28 കെമിക്കലിന്റെ കോമ്പിനേഷൻ. എല്ലാവരും ഉപയോഗിക്കുന്നത് ജർമ്മൻ ടെക്നോളജിയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ജർമ്മൻ ടെക്നോളജി അല്ല. നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും ഇക്കോ ഫ്രണ്ട്ലി രാജ്യമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കലും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെയിന്റ് അടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 30% കവറേജ് കൂടുതൽ കിട്ടും. അതായത് സിമ്പിൾ ആയിട്ട് പറയാൻ വെച്ചാൽ ഒരു വീട് പെയിന്റ് അടിക്കാനായിട്ട് ഒരു 100 ലിറ്റർ പെയിന്റ് ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ പെയിന്റ് ആണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 ലിറ്റർ ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത്രയും വ്യത്യാസം ഉണ്ടാവും. ഒപ്പം തന്നെ നമുക്ക് ബഡ്ജറ്റിലും ആ ഒരു വ്യത്യാസം വരും. നോർമലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പെയിന്റ് അടിക്കാനായിട്ട് 1 ലക്ഷം രൂപ ചെലവ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടുക്കുമ്പോൾ അതൊരു 65,000 70,000 നിർത്താനായിട്ട് പറ്റും. അത്രയും വ്യത്യാസം വരും. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പോയിസൺ ഫ്രീ പെയിന്റ് ആണെന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30% കവറേജ് കൂടുതൽ കിട്ടുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്കാണ് കൂടുതലും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു 40% റേറ്റും കുറവായിരിക്കും. ഈ ഒരു പെയിന്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സിംഗ് കാര്യങ്ങളൊന്ന് കാട്ടിത്തരാമോ? ഉറപ്പായിട്ടും നമുക്കത് സന്തോഷമുള്ളൂ. കാരണം ഇത് പോയിസൺ ഫ്രീ പെയിന്റ് ആയതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമുക്ക് സന്തോഷമുള്ളൂ. ഓക്കെ, അപ്പൊ നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. ഓ, സന്തോഷം. ഇതാണ് നമ്മുടെ ഗ്രൈൻഡർ യൂണിറ്റ്. ഇതിലേക്കാണ് ഗ്രൈൻഡിങ് നടക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ റോ മെറ്റീരിയലും ഇതിലാണ് ഇടുക. ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്യും. നന്നായി അതായത് നൈസ് പൗഡർ ആക്കും. കാൽസ്യം കാർബണേറ്റും മറ്റു റോ മെറ്റീരിയലും എല്ലാം ഇട്ടുള്ള മിക്സിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് മെഷീൻ ഓൺ ആയി. ആ മിക്സിംഗ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത്.
ഇതിന്റെ ഗ്രൈൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിക്സിങ്ങും കൂടിയിട്ടുള്ളതാണിത്. ഗ്രൈൻഡിങ്ങും മിക്സിംഗ് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇതിൽ 4 മണിക്കൂർ പ്രോസസ്സാണ്. ഈ 4 മണിക്കൂർ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചെക്ക് ചെയ്യും, ലാബിൽ ചെക്ക് ചെയ്യും. അതിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം തോന്നുക വെച്ചാൽ വീണ്ടും ടെസ്റ്റ് ചെയ്യും. 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് മിക്സിംഗ് യൂണിറ്റിലേക്ക് പോവുക. അവിടെ QC ആണ്. QC കറക്റ്റ് ആയതിനു ശേഷം അടുത്ത ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് യൂണിറ്റിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ഒരു മെഷീനിൽ ഏകദേശം 5 മണിക്കൂറാണ് ഇതിന്റെ പ്രോസസ് ഉണ്ടാവും. 5 മണിക്കൂർ ഒരു മെഷീനിൽ 5 മണിക്കൂർ. പ്രൈമർ ആണ് ഇപ്പൊ ഈ യൂണിറ്റിൽ നടക്കുന്നത്, ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പ്രൈമർ നമുക്ക് 3 പ്രൈമർ ഉണ്ട്. 1500 രൂപ വിലയുള്ള പ്രൈമർ ഉണ്ട്. അതാണ് നമ്മുടെ ക്വാളിറ്റി കുറവുള്ള, കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കുറവുള്ള, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയ ഒരു പ്രൊഡക്റ്റ്. ബാക്കി 2 പ്രൊഡക്റ്റും 2800 രൂപയുടെ ഗോൾഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് ഇപ്പൊ ഇതിൽ മെഷീനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട്, പ്രൈം പ്ലാറ്റിനം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, അതിന് 2900 രൂപയാണ്. ഇങ്ങനെ 3 പ്രൊഡക്റ്റ് ആണ് പ്രൈമറിലുള്ളത്. നമുക്ക് പ്രൈമറിന് സാധാരണ ആൾക്കാർ വാറണ്ടി കൊടുക്കില്ല. പക്ഷേങ്കിൽ ഇതാണ് ഫസ്റ്റ് കോട്ട്. അതായത് ഫസ്റ്റ് നമ്മള് പെയിന്റിങ് വീടിന്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നതാണ് പ്രൈമർ. അതിൽ തന്നെ നമുക്കൊരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, സീലർ പ്രൈം എന്ന് പറഞ്ഞിട്ട്. അതായത് നോർമലി നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കും, അത് കഴിഞ്ഞിട്ട് പ്രൈമർ അടിക്കും. ഇത് രണ്ടും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് സീലർ പ്രൈം അടിച്ചു കഴിഞ്ഞുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ട് ആയതുകൊണ്ട് തന്നെ നല്ല കോട്ടിങ് കിട്ടും, നല്ല സ്ട്രെങ്ത് കിട്ടും ബിൽഡിങ്ങിന്. അതിനുശേഷം പിന്നെ പ്രൈമർ അടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൽഷനിലേക്ക് കിടക്കാം. ആ പ്രൊഡക്റ്റും നമുക്കുണ്ട്. സീലർ പ്രൈം എന്ന് പറഞ്ഞാൽ ഗംഭീര പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതില് പ്രൈമറിന്റെ ആവശ്യമില്ല. ഇപ്പൊ പ്രൈം ഗോൾഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഇതിൽ നടക്കുന്നത്. ഇത് മിക്സിംഗിലേക്ക് പോകും. ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്യും, ലാബിൽ ടെസ്റ്റ് ചെയ്യും. അതിന്റെ QC കിട്ടിയതിനു ശേഷം പാക്കിങ്ങിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ഇതില് ഏകദേശം 19 കെമിക്കൽ ഉണ്ടെങ്കിൽ 11ഓളം പ്രൊഡക്റ്റ് വരണത് പുറത്തുനിന്നാണ്, ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. ഇത് ഏത് ടെക്നോളജി? സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഒരുവിധം എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത് ജർമ്മൻ ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലുണ്ട്, കുറച്ചുകൂടി കവറേജ് കൂടുതലുണ്ട്, കുറച്ചുകൂടി അഫോർഡബിൾ ആണ് എന്നുള്ളതിനൊക്കെ കാരണം ഈ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ്. സാധാരണ നമ്മൾ ഈ പെയിന്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ അടുത്ത പരിസരത്ത് പോലും നിൽക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ കണ്ണിലേക്ക് മൂക്കിലേക്ക് എടുത്തടിക്കുന്ന. പക്ഷെ ഇതിലേക്ക് ഇത് ഇത്രയും തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ നമ്മളൊരു പെയിന്റ് ബക്കറ്റ്, നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിക്കുമ്പോ തന്നെ ബക്കറ്റ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾ ഇത്രയും വലിയ യൂണിറ്റിൽ നിൽക്കണം. ഞാൻ വേണമെന്ന് വെച്ചാൽ ഓൺ ആക്കി കാണിച്ചു തരാം. ഈ ഗ്രൈൻഡിങ് കഴിഞ്ഞാണ്ടല്ലോ അത് കഴിഞ്ഞത് ഈ ഫൈനലി ഒന്നുകൂടെ ഇവർ മിക്സ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തിട്ട് ലാസ്റ്റ് ഒരു മിക്സിങ് കൂടെ കഴിഞ്ഞ് നമുക്കിത് അടുത്ത പ്രോസസ്സിങ് വരുന്നത് ഇതുണ്ട്. ഇവിടെ ഒരു പാക്കിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ കേരള പെയിന്റിന്റെ ഈ ബക്കറ്റിൽ ഇത് ഫില്ല് ചെയ്യുന്നത്. മിക്സർ യൂണിറ്റിൽ നിന്ന് ഇത് പൈപ്പ് ലൈൻ വഴിയുണ്ടല്ലോ, ഈ ഒരു യൂണിറ്റിലേക്ക് പെയിന്റ് വരും കേട്ടോ. ഇത് വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഫുള്ള് ഇത് ഫില്ല് ചെയ്ത് പാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിത് കാണാനായിട്ട് തോന്നുന്നത്. അങ്ങനെ ഫൈനലി ഇത് പെയിന്റിന്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞത് ബക്കറ്റിലാക്കി കേട്ടോ. ഇതെല്ലാം പെയിന്റ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതല്ലേ. അപ്പൊ എനിക്കൊരു സംശയം,
അധികം നമ്മുടെ പെയിന്റ് കടയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു പെയിന്റ് നമുക്ക് വീട്ടിൽ കിട്ടാൻ എന്താ വഴി? ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. പെയിന്റ് കടകളിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല. കാരണം വില കുറവിൽ ആൾക്കാർക്ക് കിട്ടണം, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, പോയിസൺ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടണം. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഒരു സ്ഥലത്ത് നിന്നാണ് ആ ജില്ലകളിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഫ്രീ ആയിട്ട് വീടുകളിലേക്ക് ഡെലിവറി കൊടുക്കുന്നത്. ഇപ്പൊ ചേട്ടൻ ഇടുക്കിക്കാരനായതുകൊണ്ട് അടിമാലിയിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അടിമാലിയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഇപ്പൊ കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഇടുക്കി ജില്ല വലുതായതുകൊണ്ട് അടുത്ത മാസം കട്ടപ്പനയിലും തുടങ്ങാം. അപ്പൊ ഈ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ജില്ലകളിലും നമുക്ക് ആയി വരികയാണ്. 8 ജില്ലകളിലായി. ഇനി ബാക്കിയുള്ളത് കൂടി അടുത്ത മാസങ്ങളിലാവും. അവിടെ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാവർക്കും എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഡെലിവറി ഫ്രീ ആയിട്ട് നമുക്ക്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഓക്കെ. അപ്പൊ ഈ കേരള പെയിന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ എക്കോ ഫ്രണ്ട്ലി ആണ്. അതാണ് ഇതിന്റെ അകത്ത് എനിക്ക് മെയിൻ ആയിട്ട് ഒരു അട്രാക്റ്റീവ് തോന്നുന്നത്. ബാക്കിയുള്ള പെയിന്റുകളെ അപേക്ഷിച്ച് ബാക്കിയുള്ള പെയിന്റുകളിൽ ഒരു 28-29ഓളം ഇൻഗ്രീഡിയൻസ് ആഡ് ആകുന്നുണ്ട്. ഇതിന് 19 ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് സാധാരണ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയത്തിന്റെ സ്മെല്ല് അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ കണ്ണങ്ങ് ഒരു നേറ്റലും അസ്വസ്ഥത എല്ലാം തോന്നും. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ എല്ലാ ഏരിയകളിലും ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ കേരള പെയിന്റിന്റെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാതെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നമ്പർ വെച്ചേക്കാം. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എങ്ങനെയാണ് ഫാക്ടറിയിൽ പെയിന്റ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.